ആദ്യം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. വിരട്ടണ്ട, അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തോക്ക് ചൂണ്ടി പേടിപ്പിക്കേണ്ട എന്ന തരത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ എടുത്തു പറയുന്നത് എവിടെയായിരുന്നു? തിരുത്തേണ്ട സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് തിരുത്തിയില്ല? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ രീതിയിലുള്ള ഭീഷണിയുമായി മുന്നോട്ട് വരണ്ട, എല്ലാം അടിസ്ഥാനരഹിതമെന്ന് പറയുന്നിടത്ത് വലിയ തരത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നടത്തിയ ആ പ്രതിഷേധങ്ങൾക്കൊക്കെ മറുപടി ആയില്ലേ? ഒരിക്കലുമില്ല. നോക്കൂ, വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളതുപോലെ അച്ഛന്റെ പേര് ചോദിക്കുമ്പോൾ XYZ എന്ന കണക്കിന് രാഹുൽ ഗാന്ധി കൃത്യമായി ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ XYZ MYZ എന്ന് പറയുന്ന കണക്കാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഇന്നത്തെ ഉത്തരം വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഏറ്റവും നല്ല പണി അദ്ദേഹത്തെ രാജിവെപ്പിച്ച് BJP അവരുടെ സ്പോക്ക് പേഴ്സൺ ആക്കണം എന്ന അഭിപ്രായത്തിലാണ് ഞാനുള്ളത്. കാരണം എത്രയോ കൃത്യമായാണ് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നും തന്നെ സ്പർശിക്കാതെ, എന്നാൽ നാളുകളിൽ ഈ ചോദ്യം ഉയർന്നു വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളെയും ഖണ്ഡിച്ചുകൊണ്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഒരു BJPക്ക് വേണ്ടി പത്രസമ്മേളനം നടത്തി ഇലക്ഷൻ കമ്മീഷണർ തടി തപ്പിയിരിക്കുന്നത്. നോക്കൂ, കമ്മീഷണറിന്റെ വാദം എന്താണ്? ഞങ്ങൾ ഉന്നയിച്ച ഒരു കാര്യത്തിലും ക്ലാരിഫൈ ചെയ്യാനോ ഒരു കാര്യത്തിലും ക്ലാരിറ്റി വരുത്താനോ കമ്മീഷൻ തയ്യാറായില്ല. പിന്നെ കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യം എന്താണ്? വോട്ടർമാരുടെ സ്വകാര്യത അത് ലംഘിച്ചു രാഹുൽ ഗാന്ധി. നോക്കൂ, അപർണക്കുറിപ്പ് അങ്ങയുടെ വോട്ട് എവിടെയാണെന്ന് എനിക്ക് ഗൂഗിളിൽ ക്രോം സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഡോക്ടർ സമ്പത്ത് കൂടുതൽ ആ കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നെക്കാൾ സീനിയർ അഭിഭാഷകനാണല്ലോ അദ്ദേഹം. നോക്കൂ, എന്റെ വോട്ട് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പാറത്തോട് ഗ്രാമപഞ്ചായത്തിൽ 2ാം വാർഡിൽ 700-ാം നമ്പർ വോട്ടാണ് എന്നറിയാൻ വേണ്ടി ഈ പറയുന്ന പഞ്ചാംഗം നിരത്തുകയോ ഏതെങ്കിലും പഠിപ്പുരയുടെ മുറ്റത്ത് പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ആ പബ്ലിക് ഡോക്യുമെന്റിന് എങ്ങനെയാണ് പ്രൈവസി ആക്ടിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുക എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2, ഞങ്ങൾ മുമ്പോട്ട് വെച്ചത് വളരെ വലിയ അർത്ഥത്തിൽ ഇവിടെ കള്ള വോട്ടുകൾ നടന്നിട്ടുണ്ട്, വോട്ട് മൾട്ടിപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും ഒരു ഉത്തരം പോലും പറയാൻ ഇന്ന് ഇലക്ഷൻ കമ്മീഷന് സാധിച്ചില്ല. പിന്നീട് അദ്ദേഹം പറയുന്നത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തണ്ട, ഇവർ ഭീഷണിപ്പെട്ടു പോയത്, ഇവർ ഭയപ്പെട്ടു പോയത് ഞങ്ങളുടെ കുറ്റമാണോ? തോക്കുമായി ആരും വരണ്ട. ആരാണ് തോക്കുമായി വന്നത്? ഞങ്ങൾ വന്നത് തോക്കുമായല്ല, ഞങ്ങൾ വന്നത് ബോംബുമായാണ്. ആ ബോംബ് രാഷ്ട്രീയ ബോംബാണ്. അത് പൊട്ടിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് പൊട്ടിക്കുകയും ചെയ്യും. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ മറ്റൊരു ചോദ്യം, 1 by 1 ഉത്തരം പറയാം. മറ്റൊരു ചോദ്യം എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ളതാണ്. നോക്കൂ ശ്രീ അപർണ, ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ്, രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ് ഏതാണ്ട് 9 ദിവസത്തിന്റെ ദിനരാത്രങ്ങൾ കടന്നുപോയി ഇലക്ഷൻ കമ്മീഷന് ഈ പറയുന്ന ഉത്തരം പറയാൻ വേണ്ടി ദില്ലിയിൽ ആസ്ഥാനത്ത് വന്നിരുന്ന് ഒന്ന് ചൊടിയൊന്ന് അനക്കാൻ വേണ്ടി 9 ദിവസം. ഇത്രമാത്രം കൃത്യമായി ഇവരുടെ കയ്യിൽ ഡേറ്റ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അതിനെല്ലാം ക്ലാരിറ്റി വരുത്താൻ സാധിക്കുമെങ്കിൽ, വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട അങ്ങനെ കാര്യങ്ങൾ സ്പീഡായി ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്ര വൈകിയത്? ഞങ്ങൾക്കൊരു മണ്ഡലം പഠിക്കാൻ 6 മാസം എടുത്തെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് കേവലം 2 3 ഉത്തരം പറയാൻ 9 ദിവസം എടുത്തു. അതായത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ സ്വാഭാവികമായും അവർ തന്നെ അതിനെ വ്യക്തമാക്കിയാണ്, അവർ തന്നെ വൈകിയ പ്രതികരണം വ്യക്തമാക്കിയാണ് ഇത്തരം കാര്യങ്ങളിൽ പഠനമില്ലാതെ ഉത്തരം പറയാൻ പറ്റില്ല എന്ന്. ഇനി ഞങ്ങൾ മറ്റൊരു കാര്യം അവർ പറയുന്നത്, ഈ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉണ്ടായാൽ അത് ഉന്നയിക്കാൻ ഇന്ത്യൻ മഹാരാജ്യത്ത് ഒരു ടൈം ബാരിയർ ഉണ്ടോ? ടൈം ബാരിയർ ഇല്ല. കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ ഗൂഢാലോചന നടത്തി കടന്നു കയറാൻ ശ്രമിച്ചാലും, ഗൂഢാലോചന നടത്തി വോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാലും അതിനെ നിയമം കാണുന്നത് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ്. കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ നിയമം കാണുക രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ്. അതായത് രാജ്യദ്രോഹത്തിന് സമാനമായ രീതിയിലുള്ള വകുപ്പുകൾ അട്രാക്ട് ചെയ്യണമെന്ന് സുപ്രീം കോടതി 2017-ലും 2018-ലും വിവിധ റൂളിങ്ങുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു രാജ്യദ്രോഹ കുറ്റം കണ്ടാൽ അത് റിപ്പോർട്ട് അല്ല വസന്ത്, ഇത് നിങ്ങൾ കൃത്യസമയത്ത് പറയുന്നില്ല, പറയേണ്ട സമയത്ത് പറയുന്നില്ല. കർണാടകത്തിലെ വിഷയത്തിനകത്ത് ഇലക്ഷന്റെ ഡ്രാഫ്റ്റ് റോൾ വന്ന നവംബറിന് ശേഷം 2024 നവംബറിന് ശേഷം ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസിന്റെ ആ ഒരു പീരീഡ് ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? വേണ്ട സമയത്ത് പറയാതെ, ഈ പിഴവ് തിരുത്തേണ്ട സമയത്ത് പറയാതെ, ഒരു ഘട്ടം കഴിഞ്ഞ് പറഞ്ഞതിന് ശേഷം ഇത് വലിയ വിവാദമാക്കി മാറ്റുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യമില്ലേ? അങ്ങനെയല്ലേ കമ്മീഷൻ ചോദിക്കുന്നത്? അതിനു വേണ്ട മറുപടി
തീർച്ചയായും. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾക്കുമെല്ലാം രാഷ്ട്രീയ ചിന്തയുണ്ട്, രാഷ്ട്രീയ ലാക്കുണ്ട്. അതിൽ എന്താ തെറ്റ്? ബി ജെ പിക്ക് അതില്ലേ? രണ്ട്, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന് ഉത്തരം പറയാൻ ഇലക്ഷൻ കമ്മീഷൻ 9 ദിവസം എടുക്കേണ്ടി വന്നു. അപ്പോ ഏതാണ്ട് 300 കിലോ പേപ്പർ കെട്ട് ആക്രിക്കട കൊടുക്കുന്നത് പോലെ ഞങ്ങളുടെ ഓഫീസിലേക്ക് തന്നിട്ട് അതിരുന്ന് പഠിച്ച് നാളെ. വസന്ത്, അപ്പോഴൊരു പ്രശ്നം, അതായത് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ പിഴവുകൾ വരാം, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പിഴവുകൾ വരാം. അത് തിരുത്തേണ്ട രാഷ്ട്രീയ പാർട്ടികൾ അത് കൃത്യസമയത്ത് ചൂണ്ടിക്കാട്ടി തിരുത്തുന്നതിന് പകരം മിണ്ടാതിരിക്കുകയും അതിനുശേഷം പിന്നീട് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ തികഞ്ഞ രാഷ്ട്രീയ ലാഭം മാത്രമാണ്. അത് പക്ഷേ ജനാധിപത്യത്തെ ധ്വംസിക്കലാണ്. അത് ശരിയാണോ എന്നാണ് കമ്മീഷൻ ചോദിക്കുന്നത്. അതിനു വേണ്ട ഉത്തരം പറഞ്ഞാൽ നോക്കൂ, ഈ ഇലക്ഷൻ CPM-ന്റെ ഉത്തരവാദിത്തം, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം, ഇവന്റോ BJP-യുടെ പോലും ഉത്തരവാദിത്തം, ഇലക്ഷൻ കൃത്യമായി നടക്കപ്പെടണം എന്ന ഉത്തരവാദിത്തം ധാർമ്മികപരമാണ്, അത് എത്തിക്കലാണ്. എന്നാൽ ഇന്ന് അവിടെ വന്നിരുന്നത് നിങ്ങളോടടക്കുന്ന മാധ്യമങ്ങളോട് സംസാരിച്ച വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും ഉത്തരവാദിത്തം നിയമപരമാണ്. അത് ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 10-12 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ സംഘടനാപരമായി അങ്ങേയറ്റം ഊർജ്ജത്തിൽ നിൽക്കുകയാണ് എന്ന വാദമൊന്നും എനിക്കില്ല. ചില സ്ഥലങ്ങളിൽ വീക്ക് പോയിന്റുകൾ ഉണ്ടാവും. അവിടെ ചിലപ്പോൾ കൃത്യമായി പഠനം നടത്താൻ സമയം വേണ്ടതായി വരും. അത്തരം പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? ഇന്ത്യൻ ഭരണഘടനയോ നിയമസംഹിതയോ സുപ്രീം കോടതിയോ ഒരിടത്തു പോലും കള്ളവോട്ട് കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ഇതാണ് ടൈം ബാരിയർ എന്ന് പറഞ്ഞിട്ടില്ല. കാര്യം കള്ളവോട്ട് ദേശവിരുദ്ധ പ്രവൃത്തിയാണ്. വോട്ട് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ പ്രവൃത്തിയായി തന്നെ കാണണം എന്ന് വിവിധ അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെയുള്ളപ്പോ അത് ഞങ്ങൾ 2 വർഷം മുമ്പത്തെ വോട്ടേഴ്സ് ലിസ്റ്റിലെ സാധനം കണ്ടത് ഇപ്പോഴാണ്. അത് ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് വായടപ്പിക്കാനുള്ള ഒരു വാചാടോപം മാത്രമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ ഉന്നയിച്ച് ഏതെങ്കിലും കാര്യത്തിൽ ഉത്തരം പറഞ്ഞോ? വോട്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവില്ല. വോട്ട് മൾട്ടിപ്ലൈ ചെയ്തിടങ്ങളിൽ കള്ളവോട്ട് ചെയ്തതായി നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവില്ല. തൃശ്ശൂരിലടക്കം ഇലക്ഷനിലാക്കിക്കൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് 1 മാസത്തെ കാലാവധിക്ക് വേണ്ടി, 1 മാസത്തെ താമസ സൗകര്യത്തിന് വേണ്ടി വാടകയ്ക്ക് ആളെ എടുത്ത് ബൾക്ക് വോട്ട് പമ്പിംഗ് എന്നാണ് അതിനെ പറയുക. അത് നിയമപരമായി തെറ്റായി കാണില്ല, കാര്യം അത് ടെക്നിക്കൽ ഇഷ്യൂ ആണ്. പക്ഷെ ബൾക്ക് വോട്ട് പമ്പിംഗ് നടത്തിയിട്ടുണ്ടോ BJP? അതിൽ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവില്ല. എന്നിട്ട് അവര് പറയണം ഞങ്ങളെ ഭീഷണിപ്പെടുത്തണ്ട, പേടിപ്പിക്കണ്ട. ഏത് BJP വക്താക്കൾ ഈ ഒരു ലോ ക്ലാസ് ലെവലിൽ സംസാരിക്കുന്നത് പോലെ ചില നമ്മളൊക്കെ തെരുവ് പ്രസംഗങ്ങളിൽ, ഞാനൊക്കെ തെരുവ് പ്രസംഗം നടത്തുന്നതാണ്, തെരുവ് പ്രസംഗങ്ങളിൽ നമ്മൾ എതിർ പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് പോലെ കോൺഗ്രസിനെ വന്നിരുന്നെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ ആ വെല്ലുവിളി ഞങ്ങളുടെ അടുത്ത് വേണ്ട. 6 മാസം എടുത്ത് ഞങ്ങൾക്ക് ഒരു മണ്ഡലം പഠിക്കാൻ അറിയാമെങ്കിൽ കൃത്യമായി മറ്റുള്ള മണ്ഡലങ്ങളിലെ വിഷയങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് വരും. ഇന്ന് ഇവർ ഇത്രമാത്രം ഈ ഒരു അഗ്രസീവ്നെസ് കാണിച്ച് ഈ തട്ടിക്കൂട്ട് പത്രസമ്മേളനവുമായി വരാൻ തന്നെ കാര്യം, ബീഹാറിൽ ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളുടെ എല്ലാം നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്ര തുടങ്ങിയ ദിവസമാണ്. വോട്ടർ അധികാർ യാത്രയുമായി ശ്രീ രാഹുൽ ഗാന്ധി മുമ്പോട്ട് വരികയാണ്. ഇന്ന് നിങ്ങളുടെ വോട്ട്, നാളെ നിങ്ങളുടെ റേഷൻ, നാളെ കഴിഞ്ഞ് നിങ്ങളുടെ പൗരത്വം അത് ഈ സർക്കാർ കവർന്നെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മുദ്രാവാക്യവുമായി ഞങ്ങൾ ബീഹാറിൽ ചെന്നിരിക്കുകയാണ്. അവിടെ ഇവരുടെ ഒക്കച്ചങ്ങായ നിതീഷ് കുമാറിന്റെ ഭരണം താഴെ പോകും എന്നുള്ള കണക്കിലാണ് ഇന്നത്തെ യാത്രയിലെ ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം പെട്ടെന്ന്, ഇത്രമാത്രം വ്യഗ്രതയോടുകൂടി, ഇത്രമാത്രം അഗ്രസീവ്നെസ്സോടുകൂടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഗൂണിന്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലീഡറിന് ചേരാത്ത ഭാഷയിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ തിരികെത്താം. വസന്ത്, ഓക്കെ, കോൺഗ്രസിന്റെ ആ നിലപാടിൽ നിന്ന് ഞാൻ BJP-യുടെ ജിതിനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ CPM പാനലിസ്റ്റ് അഡ്വക്കേറ്റ് A. സമ്പത്ത് കൂടിയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന പല കാര്യങ്ങൾക്കകത്ത് 2025 ഈ വർഷം ജൂൺ 12-നകത്ത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. അത് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ ആരോപണങ്ങളെല്ലാം അനുകൂലിക്കുമ്പോൾ അത് CPM-നും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണോ? അതോ ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമല്ല എന്ന് പറയുന്നതിനെ പ്രതിധ്വനിപ്പിക്കുക മാത്രമാണോ ചെയ്യേണ്ടത്? ഈ വേണ്ട സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ ചെല്ലുകയും ഈ പിഴവുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ജനാധിപത്യ പ്രക്രിയ സുഗമമായി നടപ്പാക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയ ലക്ഷ്യം മാത്രം എടുത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമെല്ലാം പിന്നീട് ഉയർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നതില്ലേ അർത്ഥം? അപർണ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അപർണ അങ്ങോട്ട് കേൾക്കാമല്ലോ?
കേൾക്കാം പറഞ്ഞോളൂ ശ്രീ എ സമത്ത് കേൾക്കാം. വിഷയം അതെ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മാത്രമായി അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ എന്ന് നമ്മൾ അങ്ങനെ ഇൻവെർട്ടർ കോമേഴ്സ് അത്തരത്തിൽ ചുരുക്കുകയല്ല വേണ്ടത്. കാരണം നമ്മുടെ നാട്, ഈ ഇന്ത്യ ഭാരതം എന്ന ഈ രാഷ്ട്രം നിലവിൽ വന്ന് അതിൻ്റെ ഭരണഘടനയനുസരിച്ചുള്ള പ്രായപൂർത്തി വോട്ടവകാശം, ആ പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിൽ അതിലെ ആമുഖത്തിൽ തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ എന്നാണ്. ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ എന്നുള്ള നിലയിലേക്ക് ഈ ഭരണഘടന അത്തരത്തിൽ അത് എഴുതി ഉണ്ടാക്കി അത് അംഗീകരിക്കപ്പെട്ട് വരുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളായ എല്ലാവരും ഇതിൽ ഉൾപ്പെടുകയാണ്. ഇതുപോലെ തന്നെ വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കുന്ന കാലത്ത് അവിടുത്തെ സമ്പന്നരും അവിടുത്തെ ഭൂവുടമകളും അടക്കമുള്ള കരമൊടുക്കുന്ന ഒരു വിഭാഗമായ വെള്ളക്കാരല്ലാതെ ഒരു വലിയ വിഭാഗം മറ്റുള്ളവർക്ക്, വെള്ളക്കാരും മഞ്ഞത്തൊലിക്കാരും അതുപോലെ തന്നെ ആദ്യം വന്ന അടിമകളായി അങ്ങനെ ആട്ടിത്തെളിച്ച് കൊണ്ടുവന്നവരായിട്ടുള്ളവരുടെ, ഞാൻ നീഗ്രോ എന്നൊരു പദം ഉപയോഗിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം, അങ്ങനെയുള്ള ആ കറുത്ത വംശജരായിട്ടുള്ള അവർക്കൊന്നും ഒരു വോട്ടവകാശവും ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും തുല്യരാകുന്നത് ഒരിടത്ത് മാത്രമാണ്. അതെവിടെയെന്ന് ചോദിച്ചാൽ പോളിംഗ് ബൂത്തിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോകുമ്പോൾ. പഴയ 21 വയസ്സ് എന്നുള്ളത് ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് 18 വയസ്സായി. അങ്ങനെ ആയതിനു ശേഷം നമ്മളെല്ലാവരും തുല്യരാകുന്നത് സാമ്പത്തികവോ സാമൂഹികവുമായിട്ടുള്ള വംശപരമായോ അല്ല ഏതെങ്കിലും സാമുദായികമായിട്ടോ ലിംഗപരമായിട്ടോ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ലാതെ, കുചേലനും കുബേരനും ഒരു വ്യത്യാസവും ഇല്ല. നമ്മളെല്ലാവരും അതൊരു രാഷ്ട്രീയ അവകാശമാണ്, അതൊരു പൗരന്റെ അവകാശം എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ റൈറ്റ് ആണ്, അതൊരു ചുമതല കൂടിയാണ് അത്തരത്തിൽ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ആരാണ്? ഞാൻ 2 മിനിറ്റേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഇത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഈ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 15 അതിൽ അനുച്ഛേദം 324 മുതൽ 329 വരെ, ആർട്ടിക്കിൾ 324 മുതൽ ആർട്ടിക്കിൾ 329 വരെ ഈ ഭരണഘടനയിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടവും മാർഗനിർദ്ദേശവും നിയന്ത്രണവും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുമെന്ന് ഞാൻ ഇതിന്റെ മലയാള പരിഭാഷയിലുള്ള ഭരണഘടനയാണ് വായിക്കുന്നത്. ആർട്ടിക്കിൾ 324(1) പറയുന്നു, ഈ ഭരണഘടന പ്രകാരം പാർലമെന്റിലേക്കും ഓരോ സംസ്ഥാനത്തിന്റെയും നിയമനിർമ്മാണ മണ്ഡലത്തിലേക്കും നടത്തുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും വേണ്ട സമ്മതിദായക പട്ടികകൾ തയ്യാറാക്കുന്നതിന്റെയും അവയിലേക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും നടത്തുന്നതിന്റെയും രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഉദ്യോഗങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പുകളുടെയും മേൽനോട്ടവും മാർഗനിർദ്ദേശവും നിയന്ത്രണവും ഈ ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പരാമർശിക്കുന്ന ഒരു കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. പിന്നീട് അത് കഴിഞ്ഞ് അതിന്റെ 324(2), 34 അങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് വരും. ഇത് 329 വരെ വരികയാണ്.